നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അൽ നസർ ജോൺ ഡ്യൂറനെ സൈൻ ചെയ്തിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. പക്ഷെ അപ്പോഴേക്കും താരം ക്ലബ്ബ് വിടുന്നു. തൽക്കാലത്തേക്ക് ലോണിലാണ് പോകുന്നത്. കൊളംബിയൻ സ്ട്രൈക്കർ ഇനി തുർക്കി ക്ലബ്ബിൽ കളിക്കും. ഒഫീഷ്യലായിട്ട് ഇക്കാര്യം ഇപ്പോൾ അൽ നസർ അറിയിച്ചു കഴിഞ്ഞു. അൽ നസറിൻ്റെ ആ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്, Al Nassr can confirm that John Duran has joined the Fenerbahce on a one-season loan deal. We wish him the best of luck എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ വാർത്ത അറിയിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ടീമിൻ്റെ സ്ട്രാറ്റജികളിൽ പിഴവ് എന്ന തരത്തിലാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. വലിയ തുക കൊടുത്ത് ഒരു യുവതാരത്തെ കൊണ്ടുവരുന്നു. പ്രീമിയർ ലീഗിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരാൾ ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം കളിക്കുക എന്ന ഉദ്ദേശത്തിൽ വളരെ ആവേശത്തോടു കൂടി അദ്ദേഹം റിയാദിലേക്ക് എത്തുന്നു. എന്നാൽ അവിടെ അദ്ദേഹത്തിന് തുടക്കത്തിൽ മികവ് കാണിച്ചെങ്കിലും അത്ര മികവിലേക്ക് പിന്നെ പോകാൻ പറ്റിയോ എന്നതൊരു ചോദ്യമാണ്. ഇനിയിപ്പോൾ പുതിയ കോച്ചൊക്കെ വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അവിടെ ഇടവില്ല. അദ്ദേഹത്തെ ക്ലബ്ബിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. ഫബ്രീസിയോ റൊമാനോ ഇതിൽ പറയുന്നത്, ഫെനർബാഷെ വിൽ കവർ ഈ സാലറി ആസ് പ്ലാൻഡ്. ഡ്യൂറൻ വാസ് ടോപ്പ് ടാർഗറ്റ് ഫോർ ഹോസെ മൊറീഞ്ഞോ ആൻഡ് ഡയറക്ടർ ഡെവിൻ ഒസെക് എന്നാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മുഴുവൻ സാലറിയും ഫെനർബാഷെ കൊടുക്കും. മാത്രമല്ല ഹോസെ മൊറീഞ്ഞോയുടെ ടോപ്പ് ടാർഗറ്റായിട്ടാണ് ഡ്യൂറനെ കണക്കാക്കുന്നത്. അവർ ഡയറക്ടർ ഡെവിൻ ഒസെക്കിനും താരത്തെ സ്വന്തമാക്കുക എന്നതിൽ തന്നെയാണ് താല്പര്യം. അതുകൂടാതെ ചില സോഴ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് 10 മില്യൺ യൂറോ ലോൺ ഫീ ആയിട്ട് അൽ നസറിന് ലഭിക്കുമെന്നുമാണ്. അങ്ങനെയെങ്കിൽ അൽ നസർ എന്തിനാണ് കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ നടത്തിയത് എന്ന ചോദ്യം ബാക്കിയുണ്ട്. അൽ നസറിൽ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. മധ്യനിരയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. മികച്ച ഒരു സ്ക്വാഡായിട്ട് അടുത്ത സീസണിലേക്ക് ഇറങ്ങാനാണ് താല്പര്യമെന്നാണ് റിപ്പോർട്ടുകൾ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.